ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ONK ജംഗ്ഷൻ അടക്കമുള്ള കായംകുളം മണ്ഡലത്തിലെ അടിപ്പാതകൾ, മേൽപ്പാലങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഈ സബ്മിഷനിലൂടെ തരണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കുന്നത്. സാർ, 13 കിലോമീറ്റർ ദേശീയപാത പോകുന്ന മണ്ഡലമാണ് സാർ കായംകുളം. അവിടെ ഏകദേശം 5ഓളം SVUP, HVUP അങ്ങനെ 5ഓളം അടിപ്പാതകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ സുനാമി വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞ ഒരു റോഡാണ് ആറാട്ടുപുഴയും കായംകുളവുമായി ബന്ധിപ്പിക്കുന്ന ONK റോഡ്. ആ ONKയിൽ അടിപ്പാത സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ തെറ്റായ പ്രചരണങ്ങളാണ് സാർ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്ന് വന്നത്. നാട് മുഴുവൻ ബോർഡ് വെച്ചു സാർ, ഈ നാടിനെ വെട്ടിമുറിച്ചവർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞ തരത്തിൽ. അതിലൊരു വോട്ട് രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് സാർ ദേശീയപാത വികസനത്തെ പലപ്പോഴും കോൺഗ്രസും BJPയും ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്. സാർ, എൻ്റെ വിഷയം ആ ONK ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്നാണോ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാണോ എന്ന് പറയാൻ കഴിയുന്നത് ഹൈവേ അതോറിറ്റിക്കാണ്. എന്നാൽ ഹൈവേ അതോറിറ്റി അതിൻ്റെ അകത്ത് ഒരു ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് സാർ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ വലിയ സമരങ്ങളൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു സാർ. അതിനുശേഷം 3 യോഗം, സാർ ഒന്ന് പറഞ്ഞോട്ടെ സാർ, വലിയൊരു വിഷയമാണ് സാർ. എല്ലാവരും പറയുന്ന വലിയ വിഷയം തന്നെയാണ് സാർ. 3 യോഗങ്ങൾ കളക്ടറേറ്റിൽ കൂടി കളക്ടേഴ്സ് ഉറപ്പ് നൽകി, ദേശീയപാത അതോറിറ്റി ഉറപ്പ് നൽകി സാർ. എന്നാൽ ഇന്ന് വരെയും എന്താണ് അവിടെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും പറഞ്ഞിട്ടില്ല സാർ. ഇപ്പോഴും വലിയ രാഷ്ട്രീയ മുതലെടുപ്പാണ് സാർ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ONK ജംഗ്ഷനിൽ മേൽപ്പാലമാണോ അടിപ്പാതയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി തരണമെന്ന്, ഒപ്പം അവിടുത്തെ വെള്ളക്കെട്ടടക്കമുള്ള പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിച്ച് അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആരെ അനുവദിക്കരുതെന്ന് കൂടി ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പുണ്ട്. സർ, ഇവിടെ ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട MLA ഈ സബ്മിഷൻ ഉന്നയിച്ചത്. കായംകുളം നിയോജക മണ്ഡലത്തിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ബഹുമാനിയായ പ്രതിഭ നേരിട്ടും പിന്നെ സഭയിലും ഉന്നയിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അതിൽ പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി കായംകുളം നിയോജക മണ്ഡലത്തിൽ 7 അടിപ്പാതകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നു. ഓച്ചിറ, കായംകുളം കൃഷ്ണപുരം, കായംകുളം KPSC ജംഗ്ഷൻ, കായംകുളം KSRTC, കായംകുളം ONK ജംഗ്ഷൻ, കുട്ടേൻ റോഡ് എന്നിവിടങ്ങളിലാണ് വ്യത്യസ്ത തരത്തിലുള്ള അണ്ടർപാസുകൾ അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ മേശപ്പുറത്ത് വെക്കാം. MLAക്ക് അത് കൈമാറുകയും ചെയ്യാം. പിന്നെ പ്രചരണം എന്തൊക്കെ നടന്നാലും ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. ആരൊക്കെ ബോധപൂർവം തടയാൻ നോക്കിയാലും ഏത് പ്രതിസന്ധിയും തട്ടിമാറ്റി NH66 പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നുള്ളത് ഈ സഭയെ ഒരിക്കൽ കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ന്യായമായ കാര്യങ്ങളിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അതിനിയും ജനങ്ങളുടെ ന്യായമായ പ്രശ്നങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോകും.